Hey traders, this is Junaid. Welcome back Elemental Trading. ഇന്നത്തെ സെഷനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു സ്ട്രാറ്റജിയാണ്. ICTയുടെ ഡെയിലി കാൻഡിൽ പവർ ഓഫ് 3 എന്ന കോൺസെപ്റ്റിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ സെഷനകത്ത് ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ പവർ ഓഫ് 3 എന്ന വേർഡ് നിങ്ങൾ മുമ്പും കേട്ടിട്ടുണ്ടാവും. ഈ ഒരു പവർ ഓഫ് 3 സ്ട്രാറ്റജി ഒരു വർഷം മുമ്പ് ഞാൻ ചെയ്തിട്ട് യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അന്ന് ആ ഒരു പവർ ഓഫ് 3 എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതും എന്താണ് പവർ ഓഫ് 3 എന്നുള്ളതും എന്നൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി യൂട്യൂബിനകത്ത് ചെയ്ത് അപ്ലോഡ് വെച്ചിട്ടുണ്ട്. സോ ആ ഒരു ടൈമില് പവർ ഓഫ് 3 എന്ന കോൺസെപ്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബേസ്ഡ് ഓൺ സെഷൻസ് ആണ്. ചില പവർ ഓഫ് 3യും സെഷൻസും കമ്പൈൻ ചെയ്തിട്ടായിരുന്നു അന്ന് ട്രേഡ്സ് കാര്യങ്ങളെല്ലാം എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും സെയിം ആ ഒരു തിയറി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടിയും പ്രോബബിലിറ്റി ഇൻക്രീസ്ഡ് ആയിട്ടുള്ളൊരു ഒരു സ്ട്രാറ്റജിയാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനൊരു വേറൊരു ആൾട്ടർനേറ്റീവ് മോഡലാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് കഴിഞ്ഞ 5 ടു 6 ഓർ 7 മന്ത്സ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിന്റെ ബിഗ് താങ്ക്സ് ടു ഐസിടി സ്റ്റുഡന്റ്സ്. അവരുടെ പല റെഫറൻസും പല വീഡിയോസും ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ സ്ട്രാറ്റജി പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓൾസോ ഐസിടിയുടെ ഡെയിലി കാൻഡിൽ തിയറീസ് എല്ലാം നോക്കിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ ലേൺ ചെയ്തൊരു കാര്യം എന്റെ സ്റ്റുഡന്റ്സിലേക്ക് ഞാൻ ഷെയർ ചെയ്യാന്ന് വെച്ചിട്ടാണ് ഞാൻ ഒരു വീഡിയോ ഇവിടെ അല്ലെങ്കിൽ ഒരു കോഴ്സ് ആയിട്ട് ഈ ഒരു പവർ ഓഫ് 3 ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പവർ ഓഫ് 3 എന്താണെന്ന് അറിയാത്ത ഒരാളുകള് എന്റെ മുമ്പത്തെ ആ ഒരു വീഡിയോ മസ്റ്റ് ആയിട്ടും ചെക്കൗട്ട് ചെയ്യുക. അതിനകത്ത് പവർ ഓഫ് 3യുടെ ബേസിക് ഫണ്ടമെന്റൽസും പവർ ഓഫ് 3യും സെഷൻസും കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽ ആയുള്ള കാര്യം അതിനകത്ത് അപ്ലോഡ് ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഒരു വീഡിയോ ലിങ്ക് ചെയ്യാൻ അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് ചെയ്യാൻ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ മെൻഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിനകത്ത് കോഴ്സിനകത്ത് ഞാൻ ഇതിന്റെ ബേസിക് ഫണ്ടമെന്റൽസ് ആയിട്ടുള്ള മാർക്കറ്റ് സ്ട്രക്ചറോ അല്ലെങ്കിൽ കാൻഡിൽസ്റ്റിക് അനാട്ടമിയോ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. ഇപ്പൊ ഒരു പുതിയൊരാളാണ് അല്ലെങ്കിൽ ഒരു ഫ്രഷർ ആണ് ഒരു വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ മസ്റ്റ് ആയിട്ടും ഫോറക്സിന്റെ ബേസിക് ഫണ്ടമെന്റൽസും കാൻഡിൽസ്റ്റിക്കും സ്ട്രക്ചേഴ്സും കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. നിങ്ങൾക്ക് ബേസിക് ഫണ്ടമെന്റൽസ് എല്ലാം വേണമെങ്കിൽ അതും ഞാൻ ഓൾറെഡി യൂട്യൂബിനകത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ പ്ലേലിസ്റ്റ് എല്ലാം ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ട്രേഡിംഗിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട്, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്കിപ്പം റെക്കോർഡ് സെഷൻസും പേഴ്സണൽ മെന്റർഷിപ്പ് ട്രെയിനിങ്ങും അവൈലബിൾ ആണ്. നമുക്ക് റെക്കോർഡ് സെഷൻസിന്റെ കോസ്റ്റ് ഇപ്പോൾ ഓഫർ പ്രൈസ് വരുന്നത് 5999 ആണ്. അത്യാവശ്യം ഒരു ചീപ്പസ്റ്റ് പ്രൈസിൽ തന്നെയാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സസ് എല്ലാം നമ്മൾ പഠിപ്പിക്കുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് എൻ്റെ കൂടെ ഇരുന്ന് എൻ്റെ ഒരു പേഴ്സണൽ മെന്റർഷിപ്പ് ട്രെയിനിങ് കാര്യങ്ങളെല്ലാം ആവശ്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലൈവ് സെഷൻസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഓൾസോ ഒരു പേഴ്സണൽ മെന്റർഡ് അസിസ്റ്റൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പേഴ്സണൽ മെന്റർഷിപ്പും ചൂസ് ചെയ്യാവുന്നതാണ്. ഇറ്റ് എക്സ്പെൻസീവ്, ബട്ട് നിങ്ങൾക്ക് അത് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ താഴെ റെക്കോർഡ് ക്ലാസ്സസോ പേഴ്സണൽ മെന്റർഷിപ്പ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് വാട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കോഴ്സിന്റെ ബാക്കി ഡീറ്റെയിൽസും സിലബസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടുന്ന് ഷെയർ ചെയ്ത് തരും. കോഴ്സ് നിങ്ങൾ വൺസ് കോഴ്സിനകത്ത് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ആക്റ്റീവ് ആയിട്ടുള്ള ട്രേഡേഴ്സിന്റെ കമ്മ്യൂണിറ്റിയിലേക്ക് ആക്സസ് കിട്ടും. ഇവിടെ നമ്മൾ ഡെയിലി ട്രേഡ്സിന്റെ സെറ്റപ്സ് കാര്യങ്ങളെല്ലാം പോസ്റ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാം, നിങ്ങൾ എൻട്രി റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാവുന്നതാണ്, ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ ഞാൻ അധികം ഒരു ഇൻട്രോ നീട്ടുന്നില്ല. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്ട്രാറ്റജിയിലേക്ക് വരുന്നതിന് മുമ്പ് പവർ ഓഫ് 3യുടെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. സോ പവർ ഓഫ് 3 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പവർ ഓഫ് 3 എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, മാർക്കറ്റ് ഓൾമോസ്റ്റ് ഓൾ ദ ടൈം മൂവ് ചെയ്യുന്നത് 3 ഫേസിലായിരിക്കും. ദാറ്റ്സ് വി കോൾ പവർ ഓഫ് 3. ഓക്കെ, സോ ഈ ഒരു 3 ഫേസിനെ 3 ഡിഫറെന്റ് നെയിമിലാണ് അറിയപ്പെടുന്നത്. ഇറ്റ്സ് കോൾഡ് ഫസ്റ്റ് വൺ ഈസ് അക്യുമുലേഷൻ, സെക്കൻഡ് വൺ ഈസ് മാനിപ്പുലേഷൻ ആൻഡ് തേർഡ് വൺ ഈസ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, സോ ഈ ഒരു 3 ഫേസിനെയാണ് നമ്മൾ ഒരു സിംഗിൾ ടേം ആയിട്ട് പവർ ഓഫ് 3 അല്ലെങ്കിൽ ഇതിനെ AMD എന്ന് വിളിക്കും. അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. സോ ഈ ഒരു AMD അല്ലെങ്കിൽ പവർ ഓഫ് 3ന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. മാർക്കറ്റിലെ ഫസ്റ്റ് ഫേസ് എപ്പോഴും ഒരു അക്യുമുലേഷൻ ആയിരിക്കും. ഇറ്റ്സ് സിമിലർ ലൈക്ക് നമ്മൾ റേഞ്ച് ബോണ്ട് മാർക്കറ്റ് ഒക്കെ അല്ലേ, ഇതുപോലെ ആയിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ടാവുക. സോ ഈ ഒരു ഫേസിന് അക്യുമുലേഷൻ എന്നും അതിനുശേഷം മാർക്കറ്റ് ഒരു മാനിപ്പുലേഷൻ ക്രിയേറ്റ്, വിച്ച് മീൻസ് ബയേഴ്സ് ഓർ സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി പ്രൈസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ബയേഴ്സിനെ ട്രാപ്പ് ചെയ്യണമെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യും, ഈ അക്യുമുലേഷന് ശേഷം ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ബയേഴ്സിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ഒരു അപ്സൈഡിലേക്ക് ഒരു മൊമെന്റം തന്നിട്ട് ശേഷം പ്രൈസ് എന്ത് ചെയ്യും, ഇതേ സെയിം സംഭവം പ്രൈസിന് താഴോട്ട് വരും. സോ പ്രൈസ് ആദ്യം മാർക്കറ്റിനെ അക്യുമുലേറ്റ് ചെയ്തു, ദെൻ മാനിപ്പുലേറ്റ് ചെയ്തു. ഈ മാനിപ്പുലേഷൻ സംഭവിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യാൻ ശ്രമിക്കും, ബൈ ചെയ്യാൻ ശ്രമിക്കും. ആൻഡ് പ്രൈസ് താഴോട്ട് വരുന്ന സമയത്ത് ഇവരെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് പ്രൈസ് എങ്ങോട്ട് പോകും, താഴോട്ട് പോകും. ഈ മാനിപ്പുലേഷൻ ശേഷം ഈ ഡിസ്ട്രിബ്യൂഷന്റെ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാർക്കറ്റിനകത്ത് എൻട്രി ചെയ്യുന്നത്. സോ ഈ ഒരു തിയറി പ്രകാരം ആദ്യം പ്രൈസ് ഒരു ഒരു കൈൻഡ് ഓഫ് റേഞ്ച് ബോണ്ട് ക്രിയേറ്റ് ചെയ്യും. ദെൻ പ്രൈസ് ഒരു ബയേഴ്സ് ഓർ സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി അഗെയിൻസ്റ്റ് ഡയറക്ഷൻ മൂവ് ചെയ്യും. ദെൻ പ്രൈസ് എന്ത് ചെയ്യാൻ ആക്ച്വൽ ഡയറക്ഷനിലേക്ക് പോകും. ഇതാണ് പവർ ഓഫ് 3യുടെ ഒരു ബേസിക് ഫണ്ടമെന്റൽ പറഞ്ഞത്.
ഇതുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ഞാൻ മുമ്പത്തെ ഒരു സെഷൻ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. വിച്ച് ഈസ് നമ്മുടെ സെഷൻ ബേസ്ഡ്. ഇവിടെ നമ്മൾ സെഷന്റെ ബേസിൽ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ, ഈ അക്യുമുലേഷൻ ഫേസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഏഷ്യയിലായിരിക്കും. മാനിപുലേഷൻ നമ്മുടെ ലണ്ടനിലായിരിക്കും നടക്കുന്നുണ്ടാവുക. ആൻഡ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ നമ്മൾ എൻട്രി എടുക്കുന്ന ഫേസ് എൻവൈയിലായിരിക്കും. അത്യാവശ്യം പവർഫുൾ ആയുള്ള തിയറിയാണ്. സോ നിങ്ങൾക്ക് അതിന്റെ വീഡിയോസ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ മസ്റ്റ് ആയിട്ടും ചെക്കൗട്ട് ചെയ്യുക. നല്ല രീതിക്ക് എൻട്രീസ് കാര്യങ്ങളെല്ലാം സ്റ്റിൽ കഴിഞ്ഞ ലാസ്റ്റ് വീക്കായിട്ട് നമ്മളെല്ലാം എടുത്തുകൊണ്ടിരുന്നത്. ബട്ട് ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിന്റെ ഒരു എക്സ്റ്റൻഡഡ് ഫോർമാറ്റ് ആണ്. ഞാൻ ഇൻട്രൊഡക്ഷനകത്ത് പറഞ്ഞ പോലെ. സോ ഇവിടെ ഈ എക്സ്റ്റൻഡഡ് ഫോർമാറ്റിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാൻഡൽ സ്റ്റിക്കിന്റെ അനാട്ടമിയാണ്. സോ ഇനി നമുക്ക് മാർക്കറ്റിനകത്ത് മെയിൻലി 2 ടൈപ്പ് ഓഫ് കാൻഡൽ സ്റ്റിക്ക് ഫോർമാറ്റ്സ് ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് green candle or bullish candle. Okay. And second one is bearish candle. Okay. So ഒരു ജാപ്പനീസ് കാൻഡിൽസ്റ്റിക് ഫോർമാറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ 2 ഫോർമാറ്റ്സിലായിരിക്കും നമുക്ക് കാൻഡിൽസ്റ്റിക് പാറ്റേൺസ് കാണാൻ വേണ്ടി പറ്റുക. ഫസ്റ്റ് വൺ ഈസ് ബുള്ളിഷ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ബിയറിഷ്. ആൻഡ് ഇതിന്റെ അനാട്ടമി നോക്കുവാണെങ്കിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഒരു ഓപ്പണിംഗ് പ്രൈസിൽ സ്റ്റാർട്ട് ചെയ്ത് മാർക്കറ്റ് എന്ത് ചെയ്യും? ഒരു ലോവർ പ്രൈസിലേക്ക് വന്ന് ദെൻ പ്രൈസ് ഹയർ പ്രൈസിലേക്കായിരിക്കും പ്രൈസ് പോകുന്നുണ്ടാവും അല്ലേ? ഒന്നുകൂടി പറഞ്ഞൊരു കാൻഡിൽസ്റ്റിക് അനാട്ടമി നോക്കുമ്പോൾ പ്രൈസ് ഒരു ഓപ്പണിംഗ് പ്രൈസ് വന്നു. ദെൻ ലോവർ പ്രൈസിലേക്ക് വന്നു. ദെൻ ഹയർ പ്രൈസിലേക്ക് പിന്നെ എന്ത് ചെയ്യും? പ്രൈസ് ഹയർ പ്രൈസിലേക്ക് പോയിട്ടായിരിക്കും മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ബിയറിഷ് ക്യാൻഡിൽ കേസ് സംഭവിക്കുന്നത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കുറച്ച് അപ്പ് സൈഡിലേക്ക് പോയി ദെൻ പ്രൈസ് എന്ത് ചെയ്യും? ഡൗൺ സൈഡിലേക്കായിരിക്കും വരുന്നുണ്ടാവുക. ഈ രീതിയിലായിരിക്കും മാർക്കറ്റിൽ ബുള്ളിഷ് ആൻഡ് ബെയറിഷ് ക്യാൻഡിൽസ് മൂവ് ചെയ്യുക. ഇതേ ഒരു തിയറിന്റെ ബേസിൽ തന്നെയാണ് ഇവിടെ എൻഡ് ചെയ്യുന്നത് നമ്മള് പവർ ഓഫ് ദി ട്രേഡ് ചെയ്യുന്നത്. നിങ്ങൾ നോക്ക് പ്രൈസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. മാർക്കറ്റ് അതിന് എന്ത് ചെയ്തു? ആദ്യം അക്യുമുലേറ്റ് ചെയ്തു. ദെൻ മാനിപുലേറ്റ് ചെയ്തു. ദെൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഓക്കെ സെയിം ഒരു ക്യാൻഡിൽസിൽ സംഭവിക്കുന്ന പ്രൈസസ് വെച്ചാൽ ഈച്ച് ക്യാൻഡിൽസ് മാർക്കറ്റ് എന്ന് മൂവ് ചെയ്യുന്ന ഈ രീതിയിൽ തന്നെ ആയിരിക്കും. ഇവിടെ നോക്ക് മാർക്കറ്റ് അത് അക്യുമുലേറ്റ് ചെയ്തു. ദെൻ മാർക്കറ്റ് മാനിപുലേറ്റ് ചെയ്തു. ദെൻ പ്രൈസ് എന്ത് ചെയ്തു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. സോ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നത് ഓപ്പണിംഗ് ക്യാൻഡിൽ മാർക്കറ്റ് ഒരു ക്യാൻഡിൽ ഓപ്പൺ ചെയ്തതിനു ശേഷം അതിന്റെ അക്യുമുലേഷനും അതിനുശേഷം മാനിപുലേഷനും എന്തിനു ശേഷം നമ്മൾ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂഷനിൽ എൻട്രി എടുക്കാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. ഈ ഒരു തിയറി നമ്മൾ പവർ ഓഫ് ത്രീയും ഈ ഡെയിലി ക്യാൻഡിൽ തിയറിയും നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഇങ്ങനെയാണ് എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ട്രേഡ് എടുക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ഇത് ജസ്റ്റ് ഒരു ചെറിയൊരു ഇൻട്രോ ആണ്. ഇതിനകത്ത് കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യേണ്ടി നോക്കാനുണ്ട്. സോ എങ്ങനെ ഈ സ്ട്രാറ്റജി നമുക്ക് പോകാം കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം? എന്തെല്ലാം കാര്യം നമ്മൾ ശ്രദ്ധിക്കണം? അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഡെയിലി ക്യാൻഡിൽ പവർ ഓഫ് 3 നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചാർട്ടിനകത്ത് ഐഡന്റിഫൈ ചെയ്യേണ്ട 2 കണ്ടിന്യൂഷൻ ക്യാൻഡിൽസ് ആണ്. വിച്ച് മീൻസ് ഇപ്പോൾ ഒരു ബുള്ളിഷ് സിനാരിയോ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് വേണം? 2 ബുള്ളിഷ് ക്യാൻഡിൽ വേണം. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഒരു ബിയറിഷിന്റെ സിനാരിയോയിലേക്ക് വരുന്ന സമയത്ത് അവിടെ നമുക്കൊരു ബിയറിഷ് പവർ ഓഫ് 3 നോക്കാൻ വേണ്ടി 2 ബിയറിഷ് കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ബിയറിഷ് ക്യാൻഡിൽസ് നമുക്ക് മാർക്കറ്റിനകത്ത് ക്രിയേറ്റ് ചെയ്യണം. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഒരു ബുള്ളി സിനാരിയോ എടുക്കാം. സോ ബുള്ളി സിനാരിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 2 എന്ത് വേണം? ബുള്ളിഷ് ക്യാൻഡിൽസ് വേണം. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്തു മാർക്കറ്റ് ഫസ്റ്റ് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തു. ഇനി എനിക്ക് എന്ത് വേണം? ഇതേപോലെ തന്നെ നെക്സ്റ്റ് ക്യാൻഡിലും എന്തായിരിക്കണം? ബുള്ളിഷ് ക്യാൻഡിൽ ആയിരിക്കണം. സോ ഈ ഒരു കാര്യം നമ്മൾ ചാർട്ടിനകത്ത് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. വൺസ് നമുക്ക് 2 കണ്ടിന്യൂഷൻ ക്യാൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് ഈ ഫസ്റ്റ് ക്യാൻഡിലെ ഹൈ ഉണ്ടല്ലോ. ഈ സെക്കൻഡ് ക്യാൻഡിലെ ഹൈ എന്തായിരിക്കണം? ബ്രേക്ക് ചെയ്തിരിക്കണം. ഓക്കെ ശ്രദ്ധിക്കണം. 2 കണ്ടിന്യൂഷൻ ക്യാൻഡിൽ കിട്ടിയതിന് ശേഷം ഫസ്റ്റ് ക്യാൻഡിലെ ഹൈ സെക്കൻഡ് ക്യാൻഡിൽ എന്തായിരിക്കണം? ബ്രേക്ക് ചെയ്തിരിക്കണം. സോ ഇത്രയും നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ക്യാൻഡിൽ പവർ ഓഫ് 3 കിട്ടാനുള്ള ആദ്യത്തെ ക്രൈറ്റീരിയ പ്രൈസ് മീറ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഇനി നമ്മളിവിടെ എക്സ്പെക്ട് ഇപ്പൊ 2 കണ്ടിന്യൂഷൻ ക്യാൻഡിൽ മാർക്കറ്റിനകത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ തേർഡ് ക്യാൻഡിൽ ഉണ്ടല്ലോ മൂന്നാമത്തെ ക്യാൻഡിൽ ഈ മൂന്നാമത്തെ ക്യാൻഡിലും ഇതുപോലെ ഒരു നെക്സ്റ്റ് ഒരു അപ്സൈഡ് മൊമെന്റം ക്രിയേറ്റ് ചെയ്യുന്നുള്ള എക്സ്പെക്ടേഷൻ നമുക്ക് എവിടെയുണ്ട്? മാർക്കറ്റിനകത്തുണ്ട്. റിമെമ്പർ വൺ തിങ് ഈ ഒരു തേർഡ് ക്യാൻഡലിന്റെ ഈ ഒരു എക്സ്പെക്ടേഷന്റെ ബേസിലാണ് ആക്ച്വലി ഡെയിലി ക്യാൻഡിൽ പവർ ഓഫ് 3 എന്ന സ്ട്രാറ്റജി ബോൺ ചെയ്യുന്നത്. നമ്മളിവിടെ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി എന്താണ്? ഈ ഒരു മൂന്നാമത്തെ ക്യാൻഡിലെ മൊമെന്റ് ആണ് നമ്മളിവിടെ ആക്ച്വലി എന്ത് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്? ക്യാച്ച് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. അപ്പൊ ആദ്യത്തെ 2 ക്യാൻഡിൽ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളിവിടെ എന്ത് മാർക്ക് ബ്രേക്ക് കോസ്റ്റ് സെക്ഷൻ മാർക്ക് ചെയ്യേണ്ടത്. ആൻഡ് തേർഡ് ക്യാൻഡിൽ നമ്മൾ ഇനി എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? ഈ ഒരു പ്രീവിയസ് ക്യാൻഡിൽ എവിടെയാണോ ക്ലോസ് ചെയ്തത് ഇവിടെ തന്നെ ആയിരിക്കും അടുത്ത ക്യാൻഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? ഓപ്പൺ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ തേർഡ് ക്യാൻഡലിന്റെ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സെക്കൻഡ് ക്യാൻഡിൽ ഐ മീൻ ക്ലോസ് ചെയ്തല്ലോ. അത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക? ട്രെൻഡ് ലൈൻ യൂസ് ചെയ്ത് മാർക്ക് ചെയ്യുക. സോ പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡിൽ എവിടെയാണോ ക്ലോസ് ചെയ്യുന്നത് അവിടെ ആയിരിക്കും അടുത്ത ക്യാൻഡിൽ എന്ത് ചെയ്യുന്നുണ്ടാവുക? ഓപ്പൺ ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഐഎസ്ടിയിൽ പറയാം ഇപ്പൊ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം പ്രകാരം നമുക്ക് നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുന്നത് എപ്പോഴായിരിക്കും? 2:30 എഎമ്മിനായിരിക്കും. ഓക്കെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഐഎസ്ടിയിൽ പറയുമ്പോൾ 2:30 എഎമ്മിനായിരിക്കും അടുത്ത ക്യാൻഡിൽ എന്ത് ചെയ്യുന്നുണ്ടാവുക? ഓപ്പൺ ചെയ്യുന്നുണ്ടാവുക. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ തേർഡ് ക്യാൻഡിലിലെ മൊമെന്റ് ആണ് ആക്ച്വലി നമ്മളിവിടെ എന്ത് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്? ക്യാച്ച് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. സോ വൺസ് ഇത് മാർക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഇപ്പൊ ഇവിടുത്തെ പ്രൈസ് സെക്ഷൻ നമുക്കൊരു എന്താ പറയുക ഒരു കാൻഡൽസ്റ്റിക് അനാട്ടമിയിൽ വരയ്ക്കുകയാണ്. സോ പ്രൈസ് എന്ത് ചെയ്തു? അപ്സൈഡിലേക്ക് മൂവ് ചെയ്തു. ചെറിയൊരു ഏരിയ എടുക്കുക അപ്സൈഡിലേക്ക് മൂവ് ചെയ്തു. ആൻഡ് പ്രൈസ് എന്ത് ചെയ്തു? ഒരു ബിയറിഷ് ആയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? അല്ലെങ്കിൽ ഒരു വിക്കോട് കൂടി മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടെ ക്ലോസ് ചെയ്യാണ് ചെയ്തത്.
ആൻഡ് നെക്സ്റ്റ് അടുത്ത ദിവസം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു കണക്റ്റായിട്ട് വരയ്ക്കാം. സോ മാർക്കറ്റ് സെയിലേക്ക് പോയി ആൻഡ് ക്യാൻഡിൽ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. സോ ഇവിടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി വെരി നെക്സ്റ്റ് ഡേ മാർക്കറ്റ് സംഭവിക്കുന്നത് എന്താണ്? അടുത്ത ദിവസം മാർക്കറ്റ് എന്ത് ചെയ്യും? പുതിയൊരു ക്യാൻഡിൽ എന്ത് ചെയ്യും? മാർക്കറ്റിനകത്തുനിന്ന് എന്ത് ചെയ്യും? ഓപ്പൺ ചെയ്യും. സോ പ്രൈസ് മാർക്കറ്റിന്റെ അടുത്ത വെരി നെക്സ്റ്റ് ഡേ മാർക്കറ്റ് എന്ത് ചെയ്തു? പുതിയൊരു ക്യാൻഡിൽ ഓപ്പൺ ചെയ്തു. ഇനിയാണ് നമ്മൾ ആക്ച്വലി പവർ ഓഫ് ടെൻ എന്ന ബേസിൽ എന്ത് ചെയ്യാൻ നോക്കുന്നത്? ട്രേഡ് അല്ലെങ്കിൽ സ്ട്രാറ്റജി നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുന്നത്? ട്രേഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡെയിലി ഓപ്പണിംഗ് പ്രൈസ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ഓപ്പണിംഗ് പ്രൈസ് ഉണ്ടല്ലോ. സോ ദിസ് ഓപ്പണിംഗ് പ്രൈസ് അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഏരിയ. ഇതിന് തൊട്ട് പ്രീവിയസ് ആയിട്ട് നിൽക്കുന്ന ലിക്വിഡിറ്റീസ് ഐഡന്റിഫൈ ചെയ്യുക. ഈ ഒരു കേസിൽ നോക്കുന്ന സമയത്ത് ഇതൊരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആണ്. ആൻഡ് സപ്പോസ് ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ടെന്ന് വെച്ചോ. സോ ഇതൊരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആണ്. സോ ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കറന്റ്ലി പ്രൈസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഒരു അക്യുമുലേഷൻ ഫേസിലൂടെ മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി പ്രൈസ് എന്ത് ചെയ്യണം? ഒരു മാനിപ്പുലേഷൻ നടക്കണം. ഓൾസോ ഒരു ലിക്വിഡിറ്റി ഹണ്ടിങ്ങും എന്ത് ചെയ്യണം? നടക്കണം. സോ ഇവിടെ നോക്കുന്ന സമയത്ത് പ്രൈസ് ഇവിടെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹിയർ ഇവിടെ ഒരു ഇന്റർണൽ റേഞ്ച് ലിക്വിഡിറ്റി പ്രൈസ് ക്രിയേറ്റ് ചെയ്യും. ഇനി നമ്മുടെ വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യണം? ഈ ലിക്വിഡിറ്റി ഹണ്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സോ ഞാൻ നോക്കുന്ന സമയത്ത് പ്രൈസ് ഒരു അക്യുമുലേഷൻ നടന്നു. അതിന് ശേഷം പ്രൈസ് ഡൗൺ സൈഡിലേക്ക് എന്ത് വന്നിട്ടുണ്ട്? ഒരു മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട്. ഈ മാനിപ്പുലേഷന്റെ കൂടെ തന്നെ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രീവിയസ് ആയിട്ടുള്ള ലിക്വിഡിറ്റീസ് എല്ലാം പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഹണ്ട് ചെയ്തിട്ടുണ്ട്. സോ വൺസ് പ്രീവിയസ് ലിക്വിഡിറ്റീസ് ഹണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലിക്വിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ ഷിഫ്റ്റിന് വേണ്ടിയാണ്. വിച്ച് മീൻസ് ഇപ്പോൾ പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ ഡൗൺ സൈഡിലേക്ക് വന്നതിന് ശേഷം പ്രൈസ് നമുക്ക് എന്ത് തരണം? ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തരണം. സോ ഇവിടെ ഞാൻ നോക്കുന്ന സമയത്ത് പ്രൈസ് പ്രീവിയസ് ആയുള്ള എല്ലാ ലിക്വിഡിറ്റീസും എന്ത് ചെയ്തിട്ടുണ്ട്? ഹണ്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിന് ശേഷം പ്രൈസ് ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്നൊക്കെ വിളിക്കുന്ന സംഭവം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? മാർക്കറ്റിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. സോ വൺസ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാർക്കറ്റിനകത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് എന്ത് ഐഡന്റിഫൈ ചെയ്യാം? നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് മാർക്ക് ചെയ്യാം. അത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ സോൺസ് ആവാം, ഡിമാൻഡ് സോൺസ് ആവാം, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ബ്ലോക്ക് ആവാം, റിജക്ഷൻ ബ്ലോക്ക് ആവാം, പോസിമോഡൽ ലൈൻ ആവാം. ഏതോ ആവാം. നിങ്ങൾക്കറിയാം നിങ്ങൾ ഏത് POI വെച്ചിട്ടാണോ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് ആ POIs എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്യുക. സോ ഇവിടെ പോപ്പുലർ ആയിട്ട് മാർക്കറ്റിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമ്മുടെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ സോൺസ് അല്ലേ. സോ ഞാൻ തൽക്കാലം ഇവിടെ എന്ത് ചെയ്തു? എല്ലാവർക്കും അറിയുന്ന കോമൺ ആയിട്ട് അറിയുന്ന എന്ത് മാർക്ക് ചെയ്തു? ഡിമാൻഡ് സോൺ മാർക്ക് ചെയ്തു. സോ തിരിച്ച് നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിമാൻഡ് സോണിലായിരിക്കും നമ്മൾ എന്ത് പ്ലേസ് ചെയ്യുന്നുണ്ടാവുക? ഒരു ബൈ ലിമിറ്റ് ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്യുക. ടാർഗറ്റ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ടാർഗറ്റ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് 1:3 ടാർഗറ്റ് ആണ്, അല്ലെങ്കിൽ 1:4 അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വെക്കാം? പ്രീവിയസ് ഡേ ഹൈ വരെ നിങ്ങൾക്ക് എന്ത് വെക്കാവുന്നതാണ്? ടാർഗറ്റ് വെക്കാം. ഇറ്റ്സ് അപ് ടു യു. ഓക്കെ. സോ പ്രീവിയസ് ഡേ ഹൈ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ടാർഗറ്റ് വെക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്തതെന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കുവാണെങ്കിൽ ആദ്യം നമ്മൾ 2 കണ്ടിന്യൂഷൻ ക്യാൻഡിൽസ് എന്ത് ചെയ്യും? മാർക്കറ്റിനകത്തുനിന്ന് ഐഡന്റിഫൈ ചെയ്തു. വൺസ് അത് ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു? പ്രീവിയസ് ക്യാൻഡിൽ ഹൈ അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കി. ഈ ബ്രേക്കിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ രണ്ടാമത്തെ ക്യാൻഡിലിന്റെ ക്ലോസിംഗ് പ്രൈസ് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു? മാർക്ക് ചെയ്ത് വെച്ചു. അത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മൾ ലിക്വിഡേഷന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? യൂസ് ചെയ്യുന്നത്. സോ വൺസ് അത് മാർക്കിന് ശേഷം നമ്മൾ നെക്സ്റ്റ് കണ്ടുപിടിക്കുന്നത് എന്താണ്? ഓപ്പണിംഗ് പ്രൈസിന് തൊട്ട് മുന്നേയുള്ള ലിക്വിഡിറ്റി പോയിന്റ്സ് മാർക്ക് ചെയ്യുക. അത് ഇന്റർണൽ റേഞ്ച് ലിക്വിഡിറ്റി ആവും, അല്ലെങ്കിൽ ഇപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് ലിക്വിഡിറ്റി മോഡൽസ് ഡബിൾ ടോപ്പ് ഡബിൾ ബോട്ടം നിങ്ങൾക്ക് നമ്മുടെ ഫ്രീ SMC ക്ലാസ്സിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ലിക്വിഡിറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ഒരു വീഡിയോസ് കാണുന്നവർക്ക് എന്ത് ചെയ്യാം? നമ്മുടെ യൂട്യൂബ് ചാനൽ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ലിക്വിഡിറ്റീസ് പോയിന്റ്സ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുക. വൺസ് അത് മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് എന്താണ്? ആ ലിക്വിഡിറ്റി ഹണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ചില ലിക്വിഡേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. സോ ഇവിടെ നോക്കുന്ന സമയത്ത് ഇതെല്ലാം നമ്മുടെ ലിക്വിഡിറ്റി പോയിന്റ്സ് ആണല്ലോ. സോ വൺസ് ലിക്വിഡിറ്റി എന്ത് ചെയ്യുക? ഹണ്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്യാരക്ടർ ഷിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. സോ വൺസ് ക്യാരക്ടർ ഷിഫ്റ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് മാർക്ക് ചെയ്യുക. ആ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിനകത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രേഡ് പ്ലേസ് ചെയ്യുന്നത്. സോ ഇതാണ് ICTയുടെ ഡെയിലി ക്യാൻഡിൽ പവർ ഓഫ് എന്ന് പറഞ്ഞത്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തേർഡ് ക്യാൻഡിൽ ഒരു ബുള്ളിഷ് മൊമെന്റം ക്യാച്ച് ചെയ്യണം നമ്മളെ എന്ത് ചെയ്യുന്നത്? ആക്ച്വലി മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. ഇതൊരു 100% പ്രൂവൻ സ്ട്രാറ്റജി ആണെന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട്. ഓക്കെ. റിമെമ്പർ വൺ തിങ്, ദർ ഇസ് നോ 100% പ്രൂവൻ സ്ട്രാറ്റജി ഇൻ ദ വേൾഡ്. ഓക്കെ. അങ്ങനെ സംഭവമേ ഇല്ല. ഇത് ഡെയിലി ബേസിൽ എൻട്രി കിട്ടും. മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് എൻട്രി കിട്ടാണ്. പക്ഷെ എന്നും നമുക്കങ്ങനെ എനിക്കങ്ങനെ മാർക്കിനകത്ത് എൻട്രി കിട്ടിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുമില്ല. അപ്പോൾ ഈ ഒരു വീക്കിൽ തന്നെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഐ തിങ്ക് ഫ്രൈഡേ ആണെന്ന് തോന്നുന്നു ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ വേറെയും അതിന് തൊട്ടുമുമ്പത്തെ ദിവസങ്ങളിലൊക്കെ എൻട്രീസ് ഉണ്ട്. ഞാൻ എന്തായാലും നിങ്ങൾക്ക് അത് ബ്രേക്ക് ഡൗൺസിനകത്ത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം അതിന്റെ കാര്യങ്ങളെല്ലാം. സോ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് ഒരുപാട് ലിക്വിഡിറ്റീസ് ഉണ്ടാവും. സോ ഇതിനകത്ത് എവിടെ വരെ പ്രൈസ് ഫോളോ ചെയ്യും? ഓഫ് കോഴ്സ് അതൊരു വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. പ്രൈസ് ഏത് വരെ ഫോളോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളത്. ഇതിനെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഈ പ്രൈസിന്റെ നെക്സ്റ്റ് റിവേഴ്സൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിന്റെ കൂടെ എന്ത് യൂസ് ചെയ്യാം? ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ നമ്മുടെ SMT ഡൈവേർജൻസ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി റേഞ്ച് സൈക്കിൾ തിയറി. അപ്പോൾ റേഞ്ചിന്റെ നമുക്കിപ്പോ ഇതിന് തൊട്ട് മുമ്പ് എവിടെയെങ്കിലും മാർക്കറ്റിനകത്തൊരു റേഞ്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ റേഞ്ചിന്റെ അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യേണ്ടി പറ്റും. ഓക്കെ. ഒന്ന് നിങ്ങൾക്ക് റേഞ്ചിന്റെ ബേസിൽ എന്ത് ചെയ്യാം? റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം എന്താ പറയാ ഞാൻ നേരത്തെ പോലെ SMT സ്മാർട്ട് മണി ഡൈവേർജൻസിന്റെ ബേസിൽ നോക്കാം. അതല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ
ഡെയിലി എഫ്ഇജിന്റെ ബേസിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തേർഡ് ക്യാൻഡിൽ നമുക്കിപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് തേർഡ് ക്യാൻഡിൽ സ്റ്റിൽ ഫോം ചെയ്തിട്ടില്ല. ഓക്കെ. തേർഡ് ക്യാൻഡിൽ സ്റ്റിൽ ഫോം ചെയ്തിട്ടില്ല. ഇതിന് തൊട്ട് മുമ്പ് നമുക്കൊരു ഡെയിലിന്റെ ബേസിലുള്ള ഒരു എഫ്ഇജി ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ. പ്രൈസ് ഡെയിലിന്റെ ബേസിൽ ഒരു എഫ്ഇജി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫെയർ വാല്യൂ ക്യാപ്സ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ തേർഡ് ക്യാൻഡിൽ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. മാർക്കറ്റ് താഴോട്ട് വന്ന് ഈ ലിക്വിഡിറ്റി ഹണ്ട് എല്ലാം നടന്നതിന് ശേഷം ഈ ഡെയിലി എഫ്ഇജിയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടണം? ഒരു ക്യാരക്ടർ ഷിഫ്റ്റ് കിട്ടണം. അപ്പോൾ സോറി, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി മറന്നു. വൺസ് നമ്മൾ ഈ ഒരു ഓപ്പണിംഗ് പ്രൈസ് മാർക്ക് ചെയ്തതിന് ശേഷം ചെയ്യേണ്ട വേറെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റേ പറയുന്നത് സോറി. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ചാർട്ടിന് നേരെ എന്തിലേക്ക് സ്വിച്ച് ചെയ്തിരിക്കണം? M50ലേക്ക് സ്വിച്ച് ചെയ്തിരിക്കണം. ഞാനിത് കാര്യം പറയാൻ വേണ്ടി മറന്നുപോയി. M50യിലായിരിക്കണം നമുക്ക് എന്ത് കിട്ടേണ്ടത്? ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടേണ്ടത്. ഐ ആം സോറി ഫോർ ദാറ്റ്. ഓക്കെ. സോ M50യിലാണ് നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടേണ്ടത്. ആൻഡ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ റേഞ്ചിന്റെ ബേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൺഫേം ഈ റിവേഴ്സൽ നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡെയിലി എഫ്ഇജിയിൽ നിന്ന് നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ ഒരു റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓർ നമുക്ക് സപ്പോസ് ഓക്കെ, ഇപ്പൊ ഇതെല്ലാം നമ്മുടെ എക്സ്ട്രാ നമ്മൾ യൂസ് ചെയ്യുന്ന കൺഫ്ലുവൻസ് ആണ്. ഓക്കെ. അല്ലെങ്കിൽ സപ്പോസ് ഇവിടെ നമുക്കൊരു ഏഷ്യ ഉണ്ടെന്ന് വെച്ചോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഏഷ്യ ലിക്വിഡിറ്റി ഉണ്ടെന്ന് വെച്ചോ. ഫോർ എക്സാമ്പിൾ ദിസ് ഇസ് ഏഷ്യ ലിക്വിഡിറ്റി. ഓക്കെ. ഇവിടെ നമുക്കൊരു ഏഷ്യയുടെ ഒരു ലിക്വിഡിറ്റി പോയിന്റ്, ഒരു ഏഷ്യ റണ്ണിംഗ് ആണ് ആൻഡ് ദിസ് ഏഷ്യ ലോ. സോ ഏഷ്യന്റെ ലോ ലിക്വിഡേഷൻ ശേഷം നമുക്ക് എന്ത് ചെയ്യാം? എന്ത് നോക്കാം. അപ്പൊ ഇതെല്ലാം നമുക്ക് എക്സ്ട്രാ യൂസ് ചെയ്യുന്ന കൺഫ്ലുവൻസ് ആണ്. സോ ഇതൊന്നും അല്ലാതെ ഇതിനേക്കാളും കുറച്ചും കൂടി ഹൈ ആയിട്ട് കുറച്ചും കൂടി അപ്സൈഡിൽ നിൽക്കുന്നതാണ് നമുക്ക് ഐസിടി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നൊരു തിയറി എന്ന് പറഞ്ഞത്. സോ ഐസിടി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇത്രയേ ഉള്ളൂ. നമ്മളിത് യൂസ് ചെയ്യുന്ന നമ്മുടെ ഫിബനാച്ചി ടൂളിലല്ല, നമ്മൾ ഫിബിന്റെ 0.5 ഇങ്ങനെ പോലെ ലെവൽസ് ഉണ്ടല്ലോ, അതേപോലെ തന്നെ യൂസ് ചെയ്യുന്ന വേറെ മെത്തേഡാണ് ഐസിടിയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന കോൺസെപ്റ്റ്. ഇതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഫിബനാച്ചി ഉണ്ടല്ലോ, ഫിബനാച്ചി ടൂൾ ജസ്റ്റ് നിങ്ങൾ എടുക്കുക. ആൻഡ് ഫിബിനകത്ത് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ഫിബിന്റെ നേരെ സെറ്റിംഗ്സിനകത്ത് പോയിട്ട് 2 വാല്യൂസ് നിങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യണം. ഓക്കെ. സോറി, 2 വാല്യൂസ് അല്ലെങ്കിൽ 3 വാല്യൂസ് നിങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യണം. അതിനകത്ത് ഒന്നാമത് നിങ്ങൾ -2, -2.5 ആൻഡ് -4. ഓക്കെ. നിങ്ങൾ നേരെ നിങ്ങളുടെ ഫിബനാച്ചി എടുക്കുക. ഫിബനാച്ചിനകത്ത് എടുത്തതിന് ശേഷം -2, -2.5, -4 ഇത്രയും വാല്യൂസ് നിങ്ങൾ എന്ത് ചെയ്യുക? അതിനകത്ത് ജസ്റ്റ് ആഡ് ചെയ്ത് വെക്കുക. ഓക്കെ. നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഞാൻ ഈ ഏരിയ. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. സോ വൺസ് നിങ്ങള് ഈ ഒരു -2, -2.5 ആൻഡ് -4 ആഡ് ചെയ്തതിന് ശേഷം അടുത്തായിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഈ ഒരു ഓപ്പണിങ്ങിന് തൊട്ട് മുമ്പ് നടന്ന ഫോർത്ത് ചേഞ്ച് ഓഫ് കാരക്ടർ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ ഈ മാനിപ്പുലേഷന് തൊട്ട് മുമ്പുള്ള ചേഞ്ച് ഓഫ് കാരക്ടർ നിങ്ങൾ എന്ത് ചെയ്യുക? ചാർട്ടിനകത്ത് ഐഡന്റിഫൈ ചെയ്യുക. സോ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ആക്ച്വലി 2:30 AM ഇവിടെയാണ്. ഇതിന് തൊട്ട് മുമ്പുള്ള മാനിപ്പുലേഷൻ മുമ്പുള്ള ചേഞ്ച് ഓഫ് കാരക്ടർ വെച്ചാൽ ഇവിടെ മാർക്കറ്റ് അപ്സൈഡിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അല്ലേ? മാർക്കറ്റ് ഇവിടെ അപ്സൈഡിലേക്കാണ് പോകുന്നത്. ആൻഡ് പ്രൈസ് എന്ത് ചെയ്തു? ഇവിടെ ചേഞ്ച് ഓഫ് കാരക്ടർ എങ്ങോട്ട് വന്നു? ഡൗൺ സൈഡിലേക്ക് വന്നു. ക്യാൻ യു സീ ദാറ്റ്? അല്ലേ? പ്രൈസ് നമുക്ക് ഇവിടെ ഒരു ചേഞ്ച് ഓഫ് കാരക്ടർ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, വിസിബിൾ ആണല്ലോ. ഓക്കെ. നിങ്ങൾക്ക് വിസിബിൾ ആണെന്നല്ലോ. ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്ത് തരാം. ഓക്കെ. സോ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? പ്രൈസ് ഒരു ചേഞ്ച് ഓഫ് കാരക്ടർ തന്നിട്ടുണ്ട്. ഓക്കെ. സോ നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓപ്പണിങ്ങിന് തൊട്ട് മുമ്പ് നടന്ന ചേഞ്ച് ഓഫ് കാരക്ടർ ഐഡന്റിഫൈ ചെയ്യുക. സോ സ്ട്രക്ചറിന്റെ ബേസിൽ ഇവിടെ ചേഞ്ച് ഓഫ് കാരക്ടർ തന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾ നേരെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ എന്തെടുക്കുക? ഫിബനാച്ചി എടുക്കുക. ഫിബനാച്ചി എടുത്തതിന് ശേഷം ആ ടോപ്പ് ഹൈ മുതൽ ലോ വരെ എന്ത് ചെയ്യുക? ജസ്റ്റ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ. ടോപ്പ് ഹൈ മുതൽ ലോ വരെ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ. സോ ഫ്രം ഹിയർ ടു ഹിയർ നമ്മൾ ചേഞ്ച് ഓഫ് കാരക്ടർ നടക്കുന്ന പോയിന്റ് എവിടെയാണ് അതുവരെ എന്ത് ചെയ്യുക? ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുക. ഞാൻ ഇതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. വിച്ച് മീൻസ് എനിക്ക് ഒരു ഫിബിന്റെ ലെവൽ കറക്റ്റ് ആയിട്ട് വരാൻ വേണ്ടി ഞാൻ എക്സ്ട്രാ ഒരു സ്ട്രക്ചറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോറി ഫോർ ദാറ്റ്. ഒരു സ്ട്രക്ചറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചേഞ്ച് ഓഫ് കാരക്ടർ നടക്കുന്നത് എവിടെയാണ്? ഹിയർ. ഓക്കെ. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ചേഞ്ച് ഓഫ് കാരക്ടർ ഏരിയ എന്ത് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുക. എന്നതിന് ശേഷം നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈ മുതൽ ചേഞ്ച് ഓഫ് കാരക്ടർ നടക്കുന്ന പോയിന്റ് എവിടെയാണോ അതെന്ത് ചെയ്യുക? ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുക. സോ ഹൈറ്റ് ലോ ചേഞ്ച് ഓഫ് കാരക്ടർ നടക്കുന്ന ഹൈറ്റ് ലോ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചു. എന്നതിന് ശേഷം പ്രൈസ് നെക്സ്റ്റ് റിവേഴ്സൽ പോയിന്റ് നിങ്ങൾ എവിടേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക? ഒന്നെങ്കിൽ -2 അല്ലെങ്കിൽ -2.5. ഓക്കെ. -4 ഭയങ്കര റയറസ്റ്റ് ആയിട്ടുള്ള കേസിന് മാത്രമേ -4 ഉള്ളൂ. ഈ -2ന്നും ഈ -2.5ലായിരിക്കണം 5 ന്നായിരിക്കണം പ്രൈസ് എന്ത് തരേണ്ടത്? നെക്സ്റ്റ് നമുക്ക് ചേഞ്ച് ഓഫ് കാരക്ടർ തരേണ്ടത്. ഓക്കെ. -2ന്നും -2.5 എന്നാണ് നമുക്ക് പ്രൈസ് ചേഞ്ച് ഓഫ് കാരക്ടർ തരേണ്ടത്. ആൻഡ് ഇത് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്ന ഒരു എക്സ്ട്രാ തിയറാണ്. ഇതിന്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെയിലി എഫ്ഇജിയോ അല്ലെങ്കിൽ നമ്മുടെ റേഞ്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിന്റെ കൂടെ എക്സ്ട്രാ അപ്പൊ നിങ്ങളുടെ അത്രയും എവിഡൻസും കൂടി വരുമ്പോൾ നിങ്ങളുടെ പ്രോബിലിറ്റി എന്തേ ചെയ്യുന്നുള്ളൂ? കൂടുന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ കൂടുമ്പോൾ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു ആർആറിന് അവിടെ എന്ത് ചെയ്യേണ്ടി പറ്റും? എത്രത്തോളം നിങ്ങളുടെ പ്രോബിലിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള കോൺഫ്ലുവൻസ് മാർക്കറ്റിനകത്ത് പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ, എത്രത്തോളം ആ ഒരു ട്രേഡിന്റെ പോസിബിലിറ്റി വിന്നിംഗ് ചാൻസ് എന്തായിക്കൊണ്ടിരിക്കുകയാണ്? ഓരോ പോയിന്റ്സും ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് എനിക്ക് ഏഷ്യയുടെ ലിക്വിഡേഷൻ ഉണ്ട്.
ഡെയിലി എഫ്ഇജി ഉണ്ട്. ഓൾസോ എനിക്കിവിടെ എന്തുണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്. ഇനി ഓൾസോ നമ്മൾ ട്രേഡിംഗ് റേഞ്ച് ആണെങ്കിൽ ട്രേഡിംഗ് റേഞ്ചും മാർക്കുന്നത്. അപ്പൊ ഇത്രയും കോൺഫ്ലുവൻസ് എല്ലാം പ്രൈസ് എന്ത് തന്നിട്ടുണ്ട്? ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു ഇത്രയും കിട്ടേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒരു ഡെയിലി ക്യാൻഡിൽസും ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നെ മതി. എനഫ്. ഇറ്റ്സ് എനഫ്. അത് തന്നെ ധാരാളമാണ്. അപ്പൊ നമുക്ക് ആ ഒരു ചേഞ്ച് ഓഫ് കാറ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഡയറക്റ്റ് ഇവിടെ ഒരു ബൈ പ്ലേസ് ചെയ്യാവുന്നതാണ്. ടാർജറ്റ് നിങ്ങൾക്ക് എവിടെ വെക്കാം? ടാർജറ്റ് വെക്കാൻ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ ടാർജറ്റ് വെക്കാൻ വേണ്ടി പറ്റും. ഈ സെയിം നമ്മളിപ്പോ ഇവിടെ റിവേഴ്സിൽ മാർക്ക് ചെയ്ത പോലെ തന്നെ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഏത് വരെ ടാർജറ്റ് വെക്കണം എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. ഒറ്റ കാര്യം ചെയ്താൽ മതി. ഈ ചേഞ്ച് ഓഫ് കാറ്റ് മുതൽ ഈ ചേഞ്ച് ഓഫ് കാറ്റിന്റെ ഈ ലോ മുതൽ എവിടെയാണ് ചേഞ്ച് ഓഫ് കാറ്റ് സംഭവിച്ചത് ആ ഹൈ വരെ ജസ്റ്റ് മാർക്ക് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ -2 -2.5 നിങ്ങൾക്ക് എന്ത് ചെയ്യാം ടാർജറ്റ് എടുക്കുക. കുറച്ച് മുകളിലാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സാധനം എന്ത് ചെയ്യില്ല? വർക്ക് ചെയ്യില്ല. ഇപ്പൊ ഞാൻ നേരത്തെ മുമ്പ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത പോലത്തെ ഒരു സാധനം കാണിച്ചു തരാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ തിങ്ക് ഇത്ര ഏരിയ ഞാൻ ജസ്റ്റ് റിമൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ പ്രൈസ് ഹൈ ഓക്കെ. ചേഞ്ച് ഓഫ് കാറ്റ് ആണ്. ഇവിടെ ചേഞ്ച് ഓഫ് കാറ്റ് ആണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. -2 ആൻഡ് -2.5 ഓർ -4. ഓക്കെ. സോ ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത് -2 ആൻഡ് -2.5 ആണ്. -2.5 നിങ്ങൾക്ക് മാക്സിമം നോക്കാം. സോ ലോ ടു ഹൈ ജസ്റ്റ് എന്ത് ചെയ്യുക? ജസ്റ്റ് മാർക്ക് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് -2 ആൻഡ് -2.5 നിങ്ങൾക്ക് എന്ത് വെക്കാവുന്നതാണ്? ടാർജറ്റ് വെക്കാവുന്ന. സംടൈം ഇറ്റ്സ് 1:2, 1:2.5 മിനിമം നിങ്ങൾ 1:2 ഉള്ള ട്രേഡ്സ് മാത്രം എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ കുറഞ്ഞ ആർഡർ ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യില്ല. ഇനി അതിൽ കൂടുതൽ നിങ്ങൾ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 1:3 വരെ ടാർജറ്റ് വെക്കാവുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രൈസ് സപ്പോസ് നിങ്ങളുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ടാപ്പിന് ശേഷം അപ്സൈലേക്ക് മൂവ് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക? ട്രേഡ് ബ്രേക്ക് ചെയ്യാൻ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. സോ ഇത്രയാണ് ഐസിടിയുടെ ഡെയിലി കാൻഡിൽ പവർ ഓഫ് 3 പറഞ്ഞത്. വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. നിങ്ങളെ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക? ഇതിനെ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ആൻഡ് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ അതിന്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ എന്നെ അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഓക്കെ. സോ ഇതിന്റെ സെക്കൻഡ് പാർട്ടിനകത്ത് ഞാൻ എന്ത് ചെയ്യാം? ഇതിന്റെ ബാക്ക് ടെസ്റ്റഡ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ ചോദിക്കാം. ഇനി ഈ ഒരു നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഒരു ചെറിയൊരു പ്രോഗ്രാം ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കാണുന്ന സമയത്തുള്ള ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പേഴ്സണലി എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് കുറച്ച് കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ അതിന്റെ സപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി സോ നിങ്ങൾക്ക് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരാം. ഓൾസോ ഞാൻ ഇൻട്രൊഡക്ഷനകത്ത് പറഞ്ഞു നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് അവിടുന്ന് ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരും. ഓൾസോ നിങ്ങൾ ഞാൻ ഒരിക്കലും പേഴ്സണൽ മെന്റർഷിപ്പ് എടുക്കുന്നത് പറഞ്ഞില്ല. പക്ഷേ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് റെക്കോർഡ് ക്ലാസ്സസ് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ട്രേഡിംഗിന്റെ ഫ്രം ടു എ ടു സെഡ് മുതൽ എനിക്ക് അഡ്വാൻസ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ വേണ്ടി പറ്റും. സോ നമുക്ക് നെക്സ്റ്റ് സെഷനകത്ത് വീണ്ടും കാണാം. സീ യു ദെൻ.